എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പലപ്പോഴും പലരെയും ആദ്യമായിട്ട് കണ്ട് പരിചയപ്പെടാറുണ്ട്. അതിപ്പോ നമ്മളൊന്ന് പുറത്തു പോകുമ്പോൾ ചിലരെ കണ്ടിട്ടില്ലേ, നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവരോട് സംസാരിക്കും, അവരും നമ്മളോട് സംസാരിക്കും. നമ്മളൊരു ഗുരുവായൂർ അമ്പലത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ലൈനിൽ നിൽക്കുമ്പോൾ പോലും എന്താ, എവിടെയാ താമസിക്കുന്നത്, അങ്ങനെ പരിചയപ്പെടും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബസ്സിലോ ട്രെയിനിലോ പോകുമ്പോൾ അടുത്തിരുന്ന് ആദ്യമായിട്ട് കാണുന്നവരായിട്ട് വളരെയധികം നല്ല ഭംഗിയായിട്ട് തന്നെ പരിചയപ്പെടാറുണ്ട്. അല്ലെങ്കിൽ വല്ല സോഷ്യൽ മീഡിയ ത്രൂ ആയാലും ചില ആൾക്കാരോടൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു അടുപ്പം എന്ന് പറയുന്നത്, നമ്മൾ ദശകോടി കണക്കിന് ആൾക്കാരുള്ള ഈ ലോകത്ത് എന്തുകൊണ്ട് ചിലരോട് മാത്രം നമുക്ക് ഒരു പ്രത്യേക അടുപ്പം, അല്ലെ, എന്തുകൊണ്ട് തോന്നുന്നു? അതൊരു യോഗ ആയിരിക്കാം. ചിലവരെ പരിചയപ്പെടാൻ ഒരു യോഗ ഉണ്ടാവും, അല്ലെ, അല്ലെങ്കിൽ ചില നിമിത്തങ്ങള് ത്രൂ നമുക്ക് ചില ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ പറ്റിയിട്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാന്ന് വിചാരിക്കുക. ആദ്യം തന്നെ നമ്മൾ ചില ആൾക്കാരെ പരിചയപ്പെടുമ്പോൾ നമുക്ക് അവരെ ഭയങ്കര വിശ്വാസമായിരിക്കും. എന്നുവെച്ചാൽ അത് അവരത്ര നന്നായിട്ട് നമ്മളോട് പെരുമാറുക. അപ്പൊ ആ വിശ്വാസത്തോടുകൂടി നമ്മൾ അവരെ പരിചയപ്പെട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അവര് നമ്മളെ ഭംഗിയായിട്ട് തന്നെ ചതിക്കും. പിന്നെ കുറെ ആൾക്കാരെ നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് അങ്ങോട്ട് സ്നേഹിക്കാൻ തോന്നും, അല്ലെ, സ്നേഹിക്കും, നല്ല പോലെ സ്നേഹിച്ച് നമ്മുടെ ഫാമിലി മെമ്പർ പോലെ തന്നെയാവും അവരെന്ത് ചെയ്യും, കുറച്ചു നാൾ കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് അകന്നു പോകും. അതും നമുക്കതൊരു ദുഃഖല്ലേ. അപ്പോ ഈ പല ആൾക്കാരെയും നമ്മുടെ ജീവിതത്തിലേക്ക് പല ആൾക്കാരും ഇതുപോലെ കടന്നു വരും. അവരാരും ശാശ്വത ഉള്ള ആൾക്കാരല്ല. എന്നോട് രാമ എപ്പോഴും പറഞ്ഞു തരും, പലരും നമ്മുടെ ഒപ്പം പരിചയപ്പെട്ട് കഴിഞ്ഞാൽ കുറെ നാള് കഴിഞ്ഞാൽ അവരവരുടെ കാര്യം നോക്കി അവര് പോകും. ഒരാളും സ്ഥിരമായിട്ട് നമ്മുടെ ഫ്രണ്ടായിട്ട് ഉണ്ടാവില്ല എന്ന് എപ്പോഴും പറഞ്ഞു തരും. പക്ഷെ അതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. ചില ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും ഞങ്ങളുടെ കോളേജിലത്തെ ഫ്രണ്ട്സായിട്ട് 40-40 വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്തും പറയാം, എന്ത് സങ്കടങ്ങളും ഷെയർ ചെയ്യാം, സന്തോഷങ്ങൾ ഷെയർ ചെയ്യാം, കുനിട്ടും കുശുമ്പും കുന്നായ്മ എല്ലാം ഞങ്ങൾ ഷെയർ ചെയ്യും. അത്ര ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അങ്ങനെ ഫ്രണ്ട്സ് ഉണ്ടാവില്ല എന്നൊന്നും പറയണ്ട. പക്ഷെ വേറെ ചിലവരിതാ പറഞ്ഞേ, എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ല. നമ്മളങ്ങോട്ട് വിശ്വസിച്ച് നമ്മുടെ ഫ്രണ്ടായിട്ട് കൂട്ടിയിട്ട് അവര് നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മളെ ചതിച്ചു പോയിട്ടുണ്ടാവും. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. അതുപോലെ നമുക്ക് തോന്നും, എന്തൊരു സ്നേഹമല്ലേ നമ്മളോട്, ഭയങ്കര സ്നേഹം, അവരില്ലാണ്ട് നമുക്ക് പറ്റുകയില്ല. അതേപോലെ ഫ്രണ്ട്സായവര് ഭയങ്കര സ്നേഹിച്ചേ കൊണ്ട് നടന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മളോട് പറയാണ്ട് പോലും ഒരു മെസ്സേജ് പോലും അയക്കാണ്ട് അവര് ദൂരേക്ക് അങ്ങോട്ട് പോവും, നമ്മളെ വിട്ടുപോകും. അപ്പൊ നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും, എന്തേ അവരിങ്ങനെ ചെയ്തേ എന്ന് തോന്നും. പക്ഷെ അതൊരു തിരിച്ചറിവാണ്. അവര് നമ്മളെ വലിയൊരു ജീവിതത്തിന്റെ വലിയൊരു പാഠം പഠിപ്പിക്കുകയാണ്. എന്താണെന്ന് വെച്ചാല് നമ്മള് അവരുടെ ആ പെരുമാറ്റങ്ങളും ആ ചതിക്കലും അല്ലെങ്കിൽ നമ്മളെ ഇട്ട് പോക്കും ഒക്കെ കാണുമ്പോൾ നമ്മൾ അതിൽ നിന്നും ഭയങ്കരമായിട്ട് സ്ട്രോങ് ആവും. എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ആൾക്കാരെ പിന്നീട് കാണുമ്പോൾ നമുക്ക് വളരെയധികം മനസ്സിലാവും അവരെന്തുകൊണ്ടാണ് അടുക്കണത്. നമുക്ക് ഫസ്റ്റ് ടൈം ആവുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ സ്വന്തം റിലേറ്റീവ്സ് അല്ലെങ്കിൽ സ്വന്തം രക്തബന്ധങ്ങൾ പോലും നമ്മളെ ചതിക്കുന്ന ഒരു കാലാണ്. നമ്മളെങ്ങനെ എന്താ പറയാ, സ്നേഹിച്ച് നമ്മളെ ഭംഗിയായിട്ട് തന്നെ ചതിച്ച് അവര് തന്നെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഒരു ടൈപ്പ് ആൾക്കാരുണ്ട്. വേറെ ചിലവരുണ്ട്, എങ്ങനെയാ, അവര് ചിലപ്പോ നമ്മളെ പഠിപ്പിച്ച അധ്യാപകരോ അങ്ങനെ ആയിരിക്കാം. അവരുടെ ഒരു ചെറിയ വാക്ക് മതി നമുക്ക് ജീവിതത്തില് മുന്നിലേക്ക് പോവാൻ. ചിലപ്പോ എവിടെയെങ്കിലും നമ്മള് ഇങ്ങനെ അട്ടകാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കാം. ആ സിറ്റുവേഷനിലായിരിക്കാം ഇവരുടെ ഒരു ചെറിയ ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു പുഞ്ചിരി കൊണ്ട് നമ്മൾ വളരെയധികം മാറിപ്പോയി നമ്മുടെ തന്നെ ലൈഫ് തന്നെ മാറാൻ ഒരു ചാൻസ് ഉണ്ട്. അത് വേറൊരു കൂട്ടര്. ഇനി വേറൊരു കൂട്ടരുണ്ട്. ആ കൂട്ടർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും, നമ്മളിൽ നിന്ന് അവരൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല, പക്ഷെ നമ്മളെ എല്ലാ കാര്യം കൊണ്ടും നമ്മളെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാന്ന് പറയില്ല. ഫസ്റ്റ് ടൈം നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ തന്നെ തോന്നും, എന്തേ ഇവരെ കാണാൻ ഇത്ര കാലം നമുക്ക് പറ്റാഞ്ഞേ. ദൈവം ചിലപ്പോ
ഇത്രയും നീട്ടിക്കൊണ്ട് പോയതായിരിക്കാം. യൂണിവേഴ്സ് തന്നെ നമുക്ക് ഓരോരുത്തരെയും നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തരും. വിഷമിക്കേണ്ട. നമ്മള് സിൻസിയർ ആയിട്ട് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ എല്ലാവരും ഒരേ ടൈപ്പ് ആവണമെന്നില്ല. ചിലര് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്നേഹിച്ച് ഇട്ടുപോകുന്നവരായിരിക്കാം, ചിലര് വിശ്വാസം തന്ന് ചതിക്കുന്നവരായിരിക്കാം. അങ്ങനെ പല ടൈപ്പ് ആൾക്കാർ. അതിൽ നിന്നൊക്കെ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് വരിക ചെയ്യാം. അപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞ കാറ്റഗറി ഉണ്ടല്ലോ, അവര് നമ്മളിൽ നിന്ന് ഒന്നും എക്സ്പെക്ട് ചെയ്യില്ല, പക്ഷെ നമ്മളെ നല്ല പോലെ മനസ്സിലാക്കി നമ്മളെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ട് നടക്കാന്ന് പറയില്ല. അവരൊന്നും തരണമൊന്നുമില്ല, പക്ഷെ അവരുടെ ഒരു വാക്ക് പോലും നമ്മളെ ജീവിതത്തിൽ വളരെയധികം നല്ല രീതിയിൽ മുന്നിലേക്ക് പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നമ്മളെ ചതിച്ചവര് ചതിച്ചിട്ട് പോയ ആൾക്കാര്, വഞ്ചിച്ചവര്, സ്നേഹിച്ചവര് ആരെയും നമ്മള് മറക്കാൻ പാടില്ല. അവരോടൊക്കെ നന്ദി പറയണം. അതായത് ജീവിതമാകുന്ന ബുക്കിലെ വലിയ വലിയ പാഠങ്ങളാണ് അവരെല്ലാവരും. അതിൽ നിന്ന് നമ്മൾ പലതും പഠിച്ചു. ഈ 3-4 കാറ്റഗറി ഞാൻ പറഞ്ഞ ആൾക്കാരിൽ നിന്നൊക്കെ നമ്മൾ പലതും പഠിച്ചു, അല്ലെ? അപ്പോ ഇതൊക്കെ ഈ വക ഓരോ ആൾക്കാരെയും കാണാനും പരിചയപ്പെടാനും ഒരു യോഗവും അതിനൊരു നിമിത്തവും ഉണ്ടാവണം. അപ്പൊ നമ്മളെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് തന്നെ നമ്മളെ ആൾക്കാരെ ഓരോരോ ആളുകളായിട്ട് നമ്മളുടെ അടുത്തേക്ക് അയക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടാ. ഓരോ സമയത്തും നമ്മൾ നല്ല രീതിയിലാണ് നിൽക്കണേ എന്നുണ്ടെങ്കിൽ നമുക്കൊരു വിഷമില്ല. ആ ഒരു പർട്ടിക്കുലർ മൊമെന്റില് നമുക്ക് ഭയങ്കര വിഷമം തോന്നുമായിരിക്കും, പക്ഷെ അത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മളെ ചതിച്ചവര് കാരണമായിരിക്കാം ഇന്നിപ്പോ നമ്മളെല്ലാവരും. അതായത് ഇപ്പൊ സപ്പോസ് ഞാനാണെന്നുണ്ടെങ്കിൽ, എന്നെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ, ചതി എന്ന് പറയുമ്പോ ഏത് ടൈപ്പ് ചതിയാ നിങ്ങൾ ഉദ്ദേശിക്കണേ എനിക്ക് മനസ്സിലാവില്ല. ഞാൻ പറയുന്ന എല്ലാ തരത്തിലും, അതായത് ഇപ്പോ ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, അതിൽ വല്ല ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ അവരൊക്കെ നമ്മളെ അത്രയും സ്നേഹിച്ചിട്ടാണ് നമ്മളെ ചതിക്കുന്നത്. സ്നേഹിച്ച് ചതിക്കാൻ ആർക്കും വേഗം പറ്റും, അല്ലെ? സ്നേഹിക്കുമ്പോൾ നമ്മളെല്ലാം അവർക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാണ്. അപ്പോ അങ്ങനെ ചതിക്കാൻ പറ്റും. പക്ഷെ ആ ചതിയിൽ നിന്നൊക്കെ നമ്മൾ തിരിച്ച് വന്ന് ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കാൻ അവരാണ് ഇന്നത്തെ നമ്മുടെ ഈ സ്ട്രെങ്ത്തിന്റെ, എന്റെ കാര്യമാട്ടോ ഞാൻ പറയണേ. ഇന്ന് ഞാൻ എത്ര സ്ട്രോങ് ആണോ അത്രയും സ്ട്രോങ് ആക്കിയത് ഈ പറഞ്ഞ ആൾക്കാർ തന്നെയാണ്. പണ്ടൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, എല്ലാത്തിനും പേടി എന്ന് പറഞ്ഞാൽ ലോക പേടിയായിരുന്നു. ഒരു തവള കരഞ്ഞാൽ പോലും മഴക്കാലത്ത് ഈ മേക്കാച്ചി തവള ഉണ്ടാവില്ലേ, കൊറോറോ എന്ന് പറഞ്ഞ കരയണ, അതിന്റെ ഒച്ച കേട്ടാൽ പോലും എനിക്ക് ലോക പേടിയായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ചിട്ട് ഇന്ന് ആ വക പേടികള് ഒന്നുമില്ല. എന്താ വെച്ചാൽ നമ്മൾ എന്തിനു പേടിക്കണം? ഇതൊന്നും അല്ല നമ്മൾ പേടിക്കേണ്ടത്. ഈ ചതിക്കുന്നവരെയും അവരെയൊക്കെ മനസ്സിലാക്കി ജീവിക്കാനാണ് അറിയേണ്ടത്. അപ്പൊ ഈ ജീവിതമാകുന്ന ബുക്കിലെ ഓരോരോ ലെസൺസ് ആണ് ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള എല്ലാവരും. അപ്പൊ ചില ആൾക്കാരെ നമുക്ക് കണ്ടുമുട്ടാനും ഒരു യോഗം വേണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആ ആളെ എന്തുകൊണ്ട് നമുക്ക് വേഗം കാണിച്ചു തന്നില്ല എന്ന്. പക്ഷെ അതിനൊരു യോഗം ഉണ്ടാവുമായിരിക്കും. ഈ സമയത്ത് നിനക്ക് കാണിച്ചു തരുള്ളൂ എന്നുള്ളൊരു യോഗം ദൈവമായിട്ടോ പ്രപഞ്ചമായിട്ടോ നമുക്ക് തരാനുള്ള ഒരു സമയം അല്ലെങ്കിൽ ഒരു നിമിത്തം, അല്ലെ? നമ്മൾ പറയില്ലേ, ഞാൻ ഇപ്പൊ റീസെന്റ് എനിക്ക് പറയാൻ പറ്റും. ഞാൻ ഇന്നാള് ഒരു കല്യാണത്തിന് പോയി, ഞാൻ ഒരു കുട്ടിയെ പരിചയപ്പെട്ടു. ആ പരിചയപ്പെടാനുണ്ടായ ആ നിമിത്തം ആ കുട്ടിയുടെ എൻഗേജ്മെന്റ് ആയിരുന്നു. എന്താ വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് സന്തോഷം ഉണ്ടാക്കിയ ഒരു പരിചയപ്പെടലായിരുന്നു ആ കുട്ടി. അവരുടെ ഓരോ സംസാരം കൊണ്ടും നമുക്ക് ഭയങ്കര ഒരു മനസ്സിന് വളരെയധികം ശക്തി തോന്നുന്ന തരത്തിലുള്ള ഒരു ഇത്. അപ്പൊ പോസിറ്റീവായിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നമുക്ക് തോന്നും എല്ലാവരും ഇങ്ങനെ നെഗറ്റീവാണ്. നമ്മൾ അങ്ങനെ ആ ഒരു നെഗറ്റീവ് മൈൻഡോടുകൂടി നോക്കിയാൽ അവരെല്ലാവരും നെഗറ്റീവാണ്. തരം കിട്ടിയാൽ പറ്റിക്കാത്തവരായിട്ട് ആരുമില്ല, അല്ലേ? അപ്പോ ഈ കാറ്റഗറിയിലുള്ള എല്ലാവരോടും നമുക്ക് നന്ദി പറയാം. അവര് ഈ പറ്റിച്ച കാരനാണ് അല്ലെങ്കിൽ ചതിച്ച കാരനാണല്ലോ നമുക്ക് പിന്നീടൊരു ചതി അല്ലെങ്കിൽ വിശ്വാസം കൂടുതൽ കാണിച്ചു വരുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അവര് നമ്മളെ ചതിക്കും എന്നുള്ളത്. അതുപോലെ നല്ല നല്ല ഉപദേശങ്ങളും നല്ലൊരു ചെറിയ ഒരു പുഞ്ചിരി, ചില ആൾക്കാരുടെ ഒരു ഫോൺ കോൾ മതി ഭയങ്കര നമുക്കൊരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്നും ചോദിക്കണ്ടാവില്ല,
ജസ്റ്റ് ഒന്ന് വിളിച്ച് ഹായ് ഹലോ പറയുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. പക്ഷെ അന്നത്തെ ദിവസം ഭയങ്കര ഒരു എനർജി ആയിരിക്കും, നമുക്ക് ആരൊക്കെയോ ഉണ്ട് എന്നുള്ള ഒരു തോന്നല് അല്ലേ. നിങ്ങളുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പറ്റുമെങ്കിൽ കമന്റ് ചെയ്യൂ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.